നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിചിത്ര സിൽക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിചിത്ര സിൽക്ക് തന്നെയാണ്. അത് കുറച്ച് അതിൽ നിന്നും കുറച്ച് ഒരു വ്യത്യാസമായിട്ട് എന്താ പറയുക, അതിലൊരു പോയിട്ടുള്ള ത്രെഡിന്റെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നൊരു 5 കളേഴ്സോളം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഏകദേശം 13 കളേഴ്സോളം ഉണ്ട്. എല്ലാം നല്ല കളർ ചാർട്ടുകളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എൻക്വയറിയും നമുക്ക് നല്ലൊരു സപ്പോർട്ടും തന്നു. അതിന് ആദ്യമേ ഒരു നന്ദി പറയട്ടെ. നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പുതിയൊരു മോഡലിൽ ആ ഒരു സ്റ്റോക്ക് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനെ പരിചയപ്പെടാം. ഏകദേശം 5 കളേഴ്സോളമാണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്തവർക്ക് ഇതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആ ഒരു വീവിങ് ഇടയ്ക്ക് പോയിട്ടുള്ള ആ ഒരു ത്രെഡിന്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ. അത് ഒറ്റ ഒരു നൂല് കൊണ്ടുള്ള ഒറ്റ ത്രെഡായിരുന്നു. ഇത് പക്ഷെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ത്രെഡാണ് പോയിട്ടുള്ളത്. ഒരു കോട്ടന്റെ ത്രെഡും ഒരു ഷൈനിങ് ഉള്ള ഒരു ത്രെഡുമാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഇത് അതിൽ നിന്നും കുറച്ച് കട്ടി കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം നിവർത്തി വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. നിവർത്തി കാണിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ആ ഒരു ടാസിൽസ് അല്ല, ഈ കുഞ്ചല ഇങ്ങനെ പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പല്ലു പോർഷൻ ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നല്ല ഒരു വെയിറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കിടക്കുകയും ചെയ്യും. ബാക്കി ആൾ ഓവർ ബോഡി ഇതുപോലെ റണ്ണിങ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ സെയിം തന്നെ പോയിട്ടുള്ള, നേരത്തെ എടുത്തവർക്ക് അറിയാമായിരിക്കും. ഇതുപോലെ ഫുള്ള് റണ്ണിങ് ആയിട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഓരോന്നായിട്ട് ഇനിയുള്ളത് നിവർത്തി കാണിക്കില്ല, ഓരോന്നായിട്ട് കളേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. വീഡിയോയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യും. ഇങ്ങനെ വരും. ആദ്യത്തിൽ നിന്നും ഉള്ള പ്രത്യേകത കുറച്ച് തിക്കായിട്ടുള്ള ഒരു ത്രെഡ് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ കുഞ്ചലവും കൂടി അവൈലബിൾ ആണ്, കുഞ്ചലവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ നമ്മൾ വിചിത്രയിൽ ഏകദേശം കളർ വ്യത്യാസം, ചില കളേഴ്സ് മാത്രമാണ് നമുക്ക് ഒരു വ്യത്യാസമാണ് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ വ്യത്യാസം തോന്നുന്ന കളർ ഞാൻ എടുത്തു പറയുന്നുണ്ട്. അല്ലാത്തത് സെയിം കളർ തന്നെ. ബോട്ടിൽ ഗ്രീനൊക്കെ സൂപ്പർ കളറാണ്, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് പോലെ തന്നെയാണ് എൻ്റെ കളർ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതുപോലെ വരും. ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. ആ ത്രെഡ് പോകുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. ഇതുപോലെ വരും. നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതുപോലെ വരും. നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ലാസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇനി വിചിത്രയിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അതിൻ്റെ പ്ലെയിൻ സാരീസ് ആണ്. അതിൽ കുറച്ച് അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് കൂടെ വന്നിട്ടുണ്ട്. ബ്ലൗസിൽ കുറച്ച് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. വിചിത്രത്തിൽ നമുക്ക് പല മെറ്റീരിയലും ഉണ്ട്, പല ക്വാളിറ്റിയിലും ഉണ്ട്. ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, മീഡിയം, അങ്ങനെ നമുക്ക് ഏത് മെറ്റീരിയൽ എടുത്താലും അങ്ങനെ ഒരു 3 ചാർട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ലോയും മീഡിയവും ഹൈയും ആയിട്ട്. അപ്പോൾ വിലയിൽ വ്യത്യാസമാണ്. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് വില കൂട്ടുന്നതല്ല, ഞങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് ആ ക്വാളിറ്റി അനുസരിച്ച് വില മാറുന്നതാണ്. നെക്സ്റ്റ് കുറച്ചൊരു വില വ്യത്യാസം വരുന്നുണ്ട്, കുറച്ച് റേറ്റ് കയറിയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ റേറ്റ് എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് നോക്കി ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് പ്ലെയിൻ സാരിയാണ്. വേറെ ഇതിൽ വർക്കൊന്നുമില്ല, സിമ്പിളായിട്ട് നല്ലൊരു പ്ലെയിൻ സാരിയാണ്. പോയിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കുഞ്ചലം കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതേപോലെ തിക്കായിട്ടൊരു കുഞ്ചലം കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല്ലു പോർഷൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ പോർഷൻ നമുക്ക് ഉടുക്കാൻ നല്ലൊരു സൗകര്യമുണ്ട്. ഇങ്ങനെ ഇത്രയും നല്ല തിക്കായിട്ടുള്ളൊരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൂടെ ഉണ്ട്. ഏകദേശം 1 മീറ്ററോളം വരുന്ന ഒരു ബ്ലൗസ് പീസ് ഉണ്ട്. വീതിയുള്ള ഇതാണ്. അപ്പം കുറച്ച് വണ്ണമുള്ളവർക്ക് നമുക്ക് തയ്ക്കാൻ പറ്റും.
എന്ന് പറഞ്ഞാൽ സാരിയുടെ അതേ വീതി ഉള്ളത് കൊണ്ട് നമുക്ക് 1 മീറ്റർ ഉണ്ടായിരുന്നാലും കുറച്ച് വണ്ണമുള്ളവർക്കും കൂടി ഇത് തയ്ക്കാൻ പറ്റും. നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. അതിൽ പോയിട്ടുള്ള ത്രെഡ് ഇങ്ങനെ ഒരു മെഷീൻ എംബ്രോയിഡറിയാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഗോൾഡനും സെയിം കളറ് ത്രെഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് ആ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റി നല്ല ഭംഗിയായിരിക്കും. സെയിം കളർ ആകുമ്പോഴും ടോൺ ടു ടോൺ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്, നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ വരും. സാരിയുടെ കളർ ഇത് പറയേണ്ട ആവശ്യമില്ല. നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ തന്നെയാണ്, അതേ കളർ ചെയ്യാം. ബ്ലൗസ് പീസിൽ അതുപോലെ ആദ്യം കാണിച്ചതുപോലെ ഇങ്ങനെ ത്രെഡ് ഇതുപോലത്തെ ബ്ലൗസ് പീസ് കൂടെ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ആദ്യം പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. ഇതുപോലെ കുഞ്ചലം കൊടുത്തിട്ടുണ്ട് സാരിയിൽ. പ്ലെയിൻ സാരി വന്നിട്ട് നല്ലൊരു വർക്കുള്ള ബ്ലൗസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ്, നല്ലൊരു ബീട്രൂട്ട് കളറാണ്. ഇതുപോലെ ടാസിൽസ് ഉണ്ട്. നല്ലൊരു വിത്ത് ബ്ലൗസ് കൂടി ഇതുപോലെ ത്രെഡ് വർക്കുള്ള ഒരു ബ്ലൗസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്ലൗസാണ്. ഇങ്ങനെ വരും. നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ വരും. സാരി പ്ലെയിൻ സാരി വന്നിട്ട് നല്ലൊരു ബ്ലൗസ് കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ നല്ലൊരു സൂപ്പർ കളറാണ്. ഇതിന് ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇത് നല്ലൊരു പീകോക്ക് ഗ്രീൻ ആണ്, പക്ഷെ നമുക്ക് ബ്ലൂ പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. സൂപ്പർ കളറാണ്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ബ്ലൂ അല്ല, ഗ്രീൻ ആണ്. കറക്റ്റ് പീകോക്ക് ഗ്രീൻ ആണ്. ബ്ലൗസ് കൂടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിന് മുന്നേ ചെയ്തത് വിചിത്രയിൽ സെയിം ടോൺ ടു ടോൺ ആണ്. ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ബ്ലൗസ് ആണ്. അതിൽ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മാച്ച് ഷെയ്ഡായിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഒരു ലാവൻഡറിൽ നിന്ന് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്. എൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും. കോൺട്രാസ്റ്റ് ആണ്. ഇത് ഇങ്ങനെ വരും. ഈ സാരി എൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് കൂടി ഇങ്ങനെ വരും. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ്. പിസ്ത ഗ്രീനും അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡൂടെ ചേർന്നിട്ടുള്ള ബ്ലൗസാണ്. ഇങ്ങനെ വരും. പിസ്ത ഗ്രീനും ബ്ലൗസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഒരു ഹക്കോബ മെറ്റീരിയൽ പോലെ നമുക്കൊരു ഇങ്ങനെ ഹോൾസ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു ഇങ്ങനെ ചെറിയ ഹോൾസ് പോലെ വരുന്നുണ്ട്. നമുക്ക് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്ന ചെറിയ ഹോൾസ് ഹക്കോബയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. കോട്ടൺ അല്ല, സിന്തറ്റിക് ആണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡും അതിന് കൂടെ നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്രീം ഷെയ്ഡായിട്ട് ഇങ്ങനെ വരും. ഇതേപോലെ വരും. നെക്സ്റ്റ് വന്ന് ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീനിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ള ബ്ലൗസ് ഒരു സ്കിൻ കളർ, ഒരു നല്ലൊരു സ്കിൻ കളറിൽ ആ ഒരു ടോണിൽ ഇങ്ങനെ വരും. നല്ലൊരു കളർ ടോണാണ്. നെക്സ്റ്റ് വന്ന് നല്ലൊരു ബ്രിക്ക് റെഡ് ആണ്. ബ്രിക്ക് റെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് ആണ് വരുന്നത്. ഇങ്ങനെ വരും. ബ്രിക്ക് റെഡും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വരുന്നത്
നല്ലൊരു യെല്ലോ ഷെയ്ഡാണേ. യെല്ലോ ഷെയ്ഡ് നമ്മൾ മാമ്പഴ മഞ്ഞ എന്ന് പറയില്ലേ, കറക്റ്റ് അതാണ്. യെല്ലോ ഷെയ്ഡും നല്ലൊരു ബ്ലൗസ് പീസും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അതേപോലെ തന്നെ ഒരു ഹക്കോബയിൽ വരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഒരു ത്രെഡ് പോലെ സെൽഫായിട്ട് ഇങ്ങനെ ത്രെഡ് പോലെ പോയിട്ടുണ്ട്. മെറ്റീരിയൽ ഒരു സിന്തറ്റിക്കിന്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇതേപോലെ ഇതിലും ആ ഒരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട്. ഈ സാരിയിൽ ഇങ്ങനെ കുഞ്ചലം, ഈ പാറ്റേണിൽ കുഞ്ചലം വന്നിട്ടുണ്ട്. ഇന്ന് കാണിക്കുന്ന എല്ലാ സാരിയിലും നമുക്ക് കുഞ്ചലം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചു എന്ന് തോന്നുന്നു. ഒരിക്കൽ കാണിച്ച ഷെയ്ഡാണ്, രണ്ടാമത് കയറി വന്നതാണേ. ആ ഒരു പിസ്ത ഗ്രീനും ബ്ലാക്കും കൂടെ വന്നിട്ടുള്ളത്. ഏകദേശം ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോ കാണിച്ച 1-2 പീസ്, ഇതിൻ്റെ കൂടെ ഇനിയും കുറച്ച് ഇതേ സെയിം തന്നെ 1-2 സെക്ഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ.